വേണം, ഒരു മുൻഗണന വേണം എന്നുള്ള ഒരു ഭാവമോ അല്ലെങ്കിൽ ഞാൻ മാത്രമായിട്ട് പോകണം എന്നുള്ള ഇപ്പോഴത്തെ പൊതുവിലുണ്ടാകുന്ന ഈ റോഡിലൂടെ പ്രധാനപ്പെട്ട ചിലരുടെ വണ്ടി പോകുമ്പോൾ നമ്മളൊക്കെ സൈഡിൽ വണ്ടി ഒതുക്കി മണിക്കൂറുകൾ ആംബുലൻസുകൾ പോലും മാറ്റിയിടേണ്ട ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ തൻ്റെ അധികാരമോ തൻ്റെ പവറോ ഒന്നും തൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ എല്ലാവരുടെയും കൂടെ ഈ വഞ്ചിയിൽ കയറി കടവ് കടന്ന് പോകുന്ന ഒരാളായിരുന്നു CH. അപ്പൊ അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ ഈ പ്രത്യേകിച്ച് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കഥ. അച്ഛനൊക്കെ അന്ന് സ്കൂളിൽ പോകുമ്പോൾ നല്ല മടിയായിരിക്കുമല്ലോ, ചെറുപ്പത്തില് കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ സ്കൂളിൽ പറഞ്ഞു വിടുന്നു. അപ്പൊ ആരും കാണാതെ പുഴയിൽ സഞ്ചിയിലാണ് പുസ്തകം കൊണ്ടുപോയി, ഇപ്പോഴത്തെ പോലെ ബാക്ക് ബാഗൊന്നും ഇട്ടല്ലോ. അപ്പൊ ആരും കാണാതെ ഈ സഞ്ചി ഒന്ന് വെള്ളത്തിൽ മുക്കും. വെള്ളത്തിൽ മുക്കിയൊരു സൗകര്യമുണ്ട്, ക്ലാസ് ചെല്ലുമ്പോൾ ബുക്ക് തുറക്കണ്ട, കാരണം നനഞ്ഞു പോയില്ലേ, കടവ് കടന്നു വന്നതാ, നനഞ്ഞു പോയി. അപ്പോ ബുക്ക് തുറക്കണ്ട. ആ സൗകര്യത്തിന് ബുക്ക് സഞ്ചി ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കും. അപ്പോ ഒരു ദിവസം ഇത് CH കണ്ടു, പിടിച്ചു. നീ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചു. കാരണം ബുക്ക് നനയും എന്നുള്ളതുകൊണ്ട്. അപ്പൊ അച്ഛൻ ഇങ്ങനെ മുക്കാൻ പോയതേ ഉള്ളൂ, അവിടുന്ന് പിൻവലിച്ചു. പക്ഷെ അതൊരു വാണിംഗ് ആയിരുന്നു, ആ ചെയ്യാൻ പോയതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു വാണിംഗ് ആയിരുന്നു. പിന്നെ അച്ഛൻ പുസ്തകം എടുത്ത് സഞ്ചി എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ടില്ല എന്നും. എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു, അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോ അച്ഛന്റെ വിദ്യാഭ്യാസത്തിൽ നേരിട്ട് ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു 2ാം ജനറേഷൻ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരാൻ ഞാൻ ഉൾപ്പെടെയുള്ളവരെ പ്രാപ്തമാക്കുന്നത് അങ്ങനത്തെ ഒരു വാണിംഗ് ആണ്. ഒരു കുട്ടിയെ ഒന്ന് വാൺ ചെയ്താൽ അയാൾക്ക് മാറാൻ കഴിയും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമായിട്ട് ഞാനത് ഓർത്തെടുക്കുകയാണ്. അതേപോലെ CH-നെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ലീഗിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ നമ്മൾ CDRG-യാണ് തമാശയുമായിട്ട് കൂട്ടി കണക്ട് എപ്പോഴും സംസാരിക്കാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു CDRG-യും CH-ഉം തമ്മിലുള്ള ഒരു ബന്ധം അത്രയും സഹോദര തുല്യം എന്ന് പോലും പറഞ്ഞാൽ പോലെ അതിലപ്പുറമുള്ള ഒരു ബന്ധമായിരുന്നു. അവര് ഒരാള് ഇല്ലാതെ മറ്റൊരാള് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും അടുപ്പമുള്ള രണ്ടുപേരായിരുന്നു. CDRG-യുടെ തമാശകൾ പിന്നെ CH പൊട്ടിച്ചിരിക്കുകയും തിരിച്ച് CDRG-യുടെ തമാശയ്ക്ക് കൗണ്ടർ അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഈയിടെ ഇങ്ങനെ സത്യത്തിൽ ഈ സെമിനാറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് CH-നെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് CH-ന്റെ പ്രസംഗങ്ങളിൽ എനിക്ക് പ്രസംഗം കേൾക്കാൻ പറ്റിയിട്ടില്ല. അപ്പം KP സുധീരെ സൂചിപ്പിച്ച പോലെ പ്രസംഗം കാണാനോ കേൾക്കാനോ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം പലപ്പോഴും പറയുന്ന പല തമാശകളും കാവ്യ ഗൗരവമുള്ള വെറും തമാശകളല്ല, ആ തമാശകളിൽ ചില കഴിവുള്ള തമാശകൾ അദ്ദേഹം പറയായിരുന്നു. പൊതുവിൽ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് ഏറ്റെടുക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ മറ്റ് സംഘടനകളുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാവുമായിരുന്നു. ആ സമയത്ത് ഒരിക്കൽ നിയമസഭയില് അന്നത്തെ പ്രതിപക്ഷം എഴുന്നേറ്റ് നിന്ന് നടപ്പിലാക്കിയ കരിക്കുലത്തെ കുറിച്ച് അതിശക്തമായ വിമർശനം നീക്കിയാണ്. അതിശക്തമായി ഈ നടപ്പിലാക്കിയ കരിക്കുലം കുട്ടികൾക്ക് ദഹിക്കാത്തതാണ്, ഇവിടെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതല്ല, നിങ്ങൾ എവിടുന്ന് കൊണ്ടുവന്ന ഇത് അമേരിക്കൻ നയമാണ്, ഇത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം നടക്കുകയാണ്. അതില് മുഖ്യമായും ഇതുപോലെ പ്രതിരോധമായി സംസാരിച്ച ആൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ സെന്റൻസ് ഇതാണ്: കടിച്ചാൽ പറ്റാത്ത കരിക്കുലം കൊണ്ടുവന്ന് ഞങ്ങളുടെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ എന്തിനാണ് CH നിങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അതിന് മറുപടി പറയാൻ വേണ്ടി എഴുന്നേറ്റ CH പറഞ്ഞത്, പ്രിയപ്പെട്ട സുഹൃത്തെ, കടിച്ചു പൊട്ടിക്കാനല്ല ഞാൻ സിലബസ് കൊണ്ടുവന്നത്, കരിക്കുലം കൊണ്ടുവന്നത്, പഠിച്ചു മിടുക്കരാവാനാണ് ഞാൻ ഈ സിലബസ് കൊണ്ടുവന്നത്. നിങ്ങൾ കടിച്ചു പൊട്ടിക്കണ്ട, അത് കുട്ടികൾ പഠിച്ചു മിടുക്കരായിക്കോളും എന്ന് പറഞ്ഞു.